കോഴിക്കോട് രാമനാട്ടുകരയിൽ വൻ മയക്കുമരുന്ന് വേട്ട. വിൽപ്പനയ്ക്കായി എത്തിച്ച 151 ഗ്രാം MDMA-യുമായി രാമനാട്ടുകര ഇടിമുഴിക്കൽ സ്വദേശിയായ അൽത്താഫ് പിടിയിലായി. ഡാൻസ് ഓഫ് സംഘം നടത്തിയ പരിശോധനയിലാണ് കല്ലമ്പാറക്കല്ല് വളപ്പിൽ ഭാഗത്ത് വെച്ച് പ്രതി അറസ്റ്റിലായത്. ഇയാൾ മുൻപും പലതവണ ജില്ലയിലേക്ക് ലഹരിമരുന്ന് എത്തിച്ചിട്ടുണ്ട് എന്ന് പോലീസ് വ്യക്തമാക്കി. AK അഭിലാഷ് വിവരങ്ങൾ നൽകും. അഭിലാഷ്, അപ്പോൾ ഇയാൾ ഒരു സ്ഥിരം ലഹരിക്കടത്തുകാരനാണല്ലേ? ഇയാളുടെ ലക്ഷ്യം എവിടെ വിതരണം ചെയ്യാനാണ് ഈ ലഹരി കൊണ്ടുവന്ന? പോലീസ് എന്താണ് പറയുന്നത്? ഷിയാസെ, ഒരു ഇടവേളയ്ക്ക് ശേഷം കോഴിക്കോട്ട് ഈ ലഹരി മരുന്നുകൾ പിടികൂടുന്നത് വളരെ കൂടുകയാണ്. കാരണം കഴിഞ്ഞ ഏപ്രിൽ മാസത്തിന് മുമ്പ് അതിന് മുമ്പത്തെ മാസങ്ങളിലൊന്നും വലിയ തരത്തിൽ ഇത്തരത്തിൽ ലഹരി മരുന്നുകളോ MDMA-യോ പിടികൂടാൻ കഴിഞ്ഞില്ല. പക്ഷേ കഴിഞ്ഞ ഏപ്രിൽ മാസം ആയതോടുകൂടി തന്നെ വലിയ തരത്തിലുള്ള വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും വിൽപ്പനയ്ക്ക് എത്തിക്കുന്ന ലഹരി വസ്തുക്കളാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും പിടികൂടുന്നത് എന്നതാണ്. കാരണം വളരെ വലിയ അളവിൽ തന്നെ ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ MDMA എത്തിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ രാമനാട്ടുകരയിൽ വെച്ചാണ് ഇത്തരത്തിൽ ലഹരി മരുന്ന് പിടികൂടിയിരിക്കുന്നത്. 151 ഗ്രാം MDMA-യാണ് പിടികൂടിയിരിക്കുന്നത്. കല്ലമ്പാറ വളപ്പിൽ ആ ഭാഗത്ത് വെച്ചാണ് ഇത്തരത്തിൽ ലഹരി മരുന്ന് പിടികൂടിയിരിക്കുന്നത്. രാമനാട്ടുകര ഇടിമുഴിക്കൽ സ്വദേശി അൽത്താഫിനെയാണ് പിടികൂടിയത്. ഇവിടെ പറയേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ വലിയ അളവിൽ 5 കിലോയോളം MDMA-യാണ് കോഴിക്കോട് നഗരത്തിൽ നിന്ന് പുറത്തുമായി പിടികൂടിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് മുക്കത്ത് കഴിഞ്ഞ മാസം 2-ാം തീയതി പിടികൂടിയത് 2 കിലോ 850 ഗ്രാം MDMA-യാണ്. അതിലെ പ്രതിയെ ഇന്ന് തെളിവെടുപ്പിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയും ഇന്നിപ്പോൾ മുക്കത്ത് പല സ്ഥലങ്ങളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 29-ാം തീയതി ഈ രാമനാട്ടുകരയിൽ പിടികൂടിയത് 6 പേരെയാണ് ഇത്തരത്തിൽ ലഹരി വസ്തുക്കളുമായി. അതിന് പിന്നാലെ തന്നെ 121 ഗ്രാം 158 ഗ്രാം തുടങ്ങിയ ഇത്തരത്തിൽ അളവിൽ നിരവധി പേരെ പിടികൂടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ ഡാൻസ് ഓഫിന്റെ പരിശോധനയും കർക്കശമാകുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഡാൻസ് ഓഫ് പരിശോധന നടത്തുന്നതിൽ ചിലരിൽ സംശയം ഉളവാക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ബന്ധപ്പെടുന്ന ആളുകളെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കഴിഞ്ഞ 17 യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി മർദ്ദിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അതായത് വടിവാൾ കഴുത്തിൽ വെച്ച് ഭീഷണിപ്പെടുത്തി. അതായത് ഇവരാണ് ഇത്തരത്തിൽ ഡാൻസ് ഓഫ് സംഘത്തിന് വിവരങ്ങൾ കൈമാറുന്നത് എന്നുള്ള സൂചനയുടെ അടിസ്ഥാനത്തിലായിരുന്നു അത്തരത്തിലെ ഭീഷണി എന്നാണ് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ മയക്കുമരുന്ന് മാഫിയ എന്ന് വരുന്നത് വളരെ തഴച്ചു വളരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു, ഭീഷണിപ്പെടുത്തുന്നു, കൊല്ലാൻ പോലും മടിക്കാത്ത നിലയിലേക്ക്. മലബാർ മേഖലയിൽ വലിയ തരത്തിൽ ലഹരിയുടെ ഒഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് അവധിക്കാലം ലക്ഷ്യമിട്ടുകൊണ്ടാണ്. ഈ പിടിയിലാകുന്ന ചില ആളുകളൊക്കെ ഈ പോലീസിനോട് പറയുന്ന കാര്യം, കുട്ടികൾക്കിടയിൽ പ്രത്യേകിച്ച് അവധിക്കാലമാണ്, വിദ്യാർത്ഥികൾക്കിടയിലൊക്കെ ലഹരിക്ക് നല്ല ഡിമാൻഡാണ്, ഞങ്ങൾക്ക് നല്ല ലാഭം കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഈ സമയത്ത്, അതായത് ഡിമാൻഡ് ഉള്ള സമയത്ത് സപ്ലൈ ചെയ്തിട്ടല്ലേ കാര്യമുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് ഉറപ്പായും മാതാപിതാക്കളുടെ ഒരു ശ്രദ്ധ ഈ വിഷയത്തിൽ നിങ്ങളുടെ കുട്ടികളുടെ മേലുണ്ടാവണം. പോലീസിന്റെ ഒരു പ്രത്യേക ശ്രദ്ധ ഈ ലഹരി മാഫിയയ്ക്ക് മേലും ഉണ്ടാകണം.